നല്ല വരിക്കച്ചക്ക കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ ഈ ഒരു ചക്കപ്പുട്ട്. കുറേ വെറൈറ്റി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പുട്ടിന്റെ ടേസ്റ്റ് കുറച്ച് മുന്നില. നല്ല വരിക്കച്ചക്ക കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ സേവ്. 1/4 കപ്പ് വെള്ളം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാട്ടോ. ഇനി നന്നായിട്ട് ചൂടാറി വരുമ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് പുട്ടുപൊടി കിട്ടും. സാധാരണ നമ്മൾ നനച്ചെടുക്കുകയാണെങ്കിൽ ഇത്രയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചക്കയൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ടുകുറ്റി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. വീണ്ടും പൊടിയും തേങ്ങയും ചക്കയൊക്കെ ഇട്ട് ഈ ഒരു പുട്ടുകുറ്റി ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇത് ആവി കയറ്റി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ. ഈ ചക്കപ്പഴത്തിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് അടിപൊളിയാ. പിന്നെ ഈ പുട്ടാണെങ്കിൽ നല്ല സോഫ്റ്റ് ആട്ടോ. പിന്നെ നിങ്ങളുടെ പുട്ട് ലവർ ആയിട്ടുള്ള ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കുടിക്കുക.